എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പറയുന്നത് പാർട്ട് 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. അതിൽ ഇന്ത്യൻ യൂണിയനെ കുറിച്ച് പറയുന്നു, പിന്നെ ഇന്ത്യയിലെ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നു. ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സും അതുപോലെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ യൂട്ടീസ് യൂണിയൻ ടെറിട്ടറീസുമാണുള്ളത്. എന്നാൽ 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്നത് 14 സ്റ്റേറ്റ്സും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. 14 സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ആന്ധ്ര, ആസാം, അതുപോലെ ബീഹാർ, ബോംബെ, ജമ്മു കാശ്മീർ, കേരള, പിന്നെ മദ്രാസ്, മൈസൂർ, മധ്യപ്രദേശ്, ഒറീസ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഇതൊക്കെയാണ്. യൂട്ടീസ് എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ, ഹിമാചൽ പ്രദേശ്, ഡൽഹി, മണിപ്പൂർ, ത്രിപുര, ലക്ഷദ്വീപ്, ഈ 6 കേന്ദ്ര പ്രദേശങ്ങളുമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ 1956 നവംബർ 1 ഈ സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് തൊട്ടുമുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭം. പോറ്റി ശ്രീരാമലുവിൻ്റെ 58 ദിവസത്തെ നിരാഹാര സമരത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മരണം. ആ മനുഷ്യൻ്റെ മരണം രാജ്യത്തെ ഇളക്കിമറിക്കുകയും ശക്തമായ പ്രതിഷേധം രാജ്യത്തെങ്ങും ഉയരുകയും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു. അങ്ങനെ 1953 ആന്ധ്ര സ്റ്റേറ്റ് എന്ന പേരിൽ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അതിനുശേഷം പോറ്റി ശ്രീരാമലുവിൻ്റെ മരണത്തെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ ഗവൺമെൻറ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ നിയമിച്ചു. ഫസൽ അലി ചെയർമാനും HN കുൻസ്രു, KM പണിക്കർ മെമ്പേഴ്സുമായിട്ട്. അവർ റിപ്പോർട്ട് സമർപ്പിച്ചത് 1955 ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് 1956 പാർലമെൻറ്റ് ആക്ട് പാസ്സാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1956 നവംബർ 1 കേരളവും മറ്റ് സംസ്ഥാനങ്ങൾക്ക് രൂപീകരിക്കപ്പെടുന്നത് നമുക്കറിയാം. ഇതിനു മുമ്പ് 1948 ദർ കമ്മീഷൻ ഉണ്ടായിരുന്നു. ദർ കമ്മീഷൻ പറഞ്ഞത് ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റിനെ പറ്റി ചിന്തിക്കേണ്ട, അത് രാജ്യത്തിന് ഐക്യത്തിന് തടസ്സമാകുമെന്നാണ്. അതിനുശേഷം 1949 JVP കമ്മിറ്റി ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും പട്ടാഭി സീതാരാമയ്യ ഉൾപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. അവർ പറഞ്ഞത് യൂണിറ്റി ഫസ്റ്റ്, ലാംഗ്വേജ് നെക്സ്റ്റ് എന്നാണ്. അന്നും അതിനവർ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. ഇനി ഈ സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളത് അതിനുള്ള പവർ പാർലമെൻറ്റിനാണ് നമുക്കറിയാം. ആർട്ടിക്കിൾ 3 കൃത്യമായി പറയുന്നുണ്ട്, പാർലമെൻറ്റിന് സംസ്ഥാനങ്ങളുടെ യാതൊരു സമ്മതവും ആവശ്യമില്ല, ജസ്റ്റ് ഈ ബിൽ ഒന്ന് സംസ്ഥാന നിയമസഭ അയച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത്. ശരിക്കും സംസ്ഥാനം രൂപീകരിക്കുന്നത് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്ത്യ ഒരു ഫ്ലെക്സിബിൾ ഫെഡറലിസം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്നും അത് പൂർത്തിയായിട്ടില്ല ആ പ്രക്രിയ. വീണ്ടും ആവശ്യങ്ങൾ ഉയരുന്നു. ആസാമിലെ ബോഡോലാൻഡിന് വേണ്ടിയും ഉത്തർപ്രദേശ് ഹരിത് പ്രദേശിന് വേണ്ടിയും അതുപോലെ മഹാരാഷ്ട്ര വിദർഭ പ്രദേശത്തിന് വേണ്ടിയും സംസ്ഥാനത്തിന് വേണ്ടിയും അതുപോലെ വെസ്റ്റ് ബംഗാളിലെ ഗോർഖാലാൻഡിന് വേണ്ടിയുമുള്ള സമരങ്ങളും ആവശ്യങ്ങളും വീണ്ടും ഉയർന്നു വരികയാണ്. വീണ്ടും ഇന്ത്യയുടെ ഭൂപടത്തിൽ മാറ്റം വരാം.